ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ഓഫീസിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും 16 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് സ്ഥലം ഇല്ലിത്തോടാണ്. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ തൃശ്ശൂർ അമ്പലത്തിൽ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലും കൂടി കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. പോകുന്ന വഴി ഞങ്ങൾ പല പല ഗെയിംസും അതേപോലെ തന്നെ പാട്ടൊക്കെ പാടി നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഇതെല്ലാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞങ്ങളിപ്പോൾ അകത്തൊക്കെ കയറി തൊഴുതു. അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ആ ഒരു ക്ലിപ്പ് ഇടാത്തത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്നതാണ് ഈ കറികളൊക്കെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എനർജി വെച്ചു. എല്ലാവരും പാട്ടും ഡാൻസുമായിട്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. അപ്പോൾ ഇതാണ് ഇല്ലിത്തോട്. ഞങ്ങളവിടെ എത്തി. ഒരു കാടാണ്. കാടിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുമ്പോഴാണ് ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം. ഈ ഇല്ലിത്തോട് എന്ന് പറയുന്നത് മലയാറ്റൂരാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങാമെന്നാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. പലരും വെള്ളം കണ്ടപ്പോൾ ഒറ്റ ഓട്ടം വരുന്നു അതിലേക്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു. ബാക്കി കുറേ പേര് വെള്ളത്തിലോട്ട് ഇറങ്ങി. അവിടെ എത്തിയപ്പോഴത്തേക്കും സമയം പോകുന്നത് അറിഞ്ഞും കൂടിയില്ല. വെള്ളത്തിലുള്ള സമയം സ്പെൻഡ് ചെയ്തവർ എന്നെ പറയാറുണ്ട് എത്ര വേഗമാണ് സമയം പോയതൊന്നും അറിഞ്ഞും കൂടിയില്ലെന്ന്. 5 മണിയായപ്പോൾ തന്നെ സെക്യൂരിറ്റി വന്ന് എല്ലാവരോടും കരയിൽ കയറാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ പോകുന്ന വഴി കുറേ ഊഞ്ഞാലകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും അതിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി തിരിച്ച് നമ്മളിപ്പോൾ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാടിൻ്റെ ഉള്ളിലാണിത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുള്ള കാഴ്ചകളെല്ലാം നല്ല ഭംഗിയുള്ളതായിരുന്നു.
ഇവിടെ 5 മണി വരെ ഉള്ളൂ നമുക്ക് പ്രവേശനം. 6 മണിയൊക്കെ കഴിഞ്ഞാൽ ഇരുട്ട് തുടങ്ങിയാൽ കാട്ടാനക്കൂട്ടം ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ സമയം 6 മണിയായി. അപ്പോൾ ചായ കുടിക്കാൻ നേരമായല്ലോ. ഞങ്ങളിപ്പോൾ പോകുന്ന വഴി ഒരു സെൻറ്റ് തോമസ് ഹോട്ടൽ, അവിടെ കയറി എല്ലാവരും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തു. പഴംപൊരിയും ഉഴുന്നുവടയും ചായയും ഒക്കെ ഓർഡർ ചെയ്തു. ഞങ്ങളതൊക്കെ കഴിച്ച് ഉഷാറായി. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് തിരിച്ചു കയറാണ്. അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും 7 മണി 8 മണിയാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഒട്ടും മടിച്ച് നിന്നില്ല. ഞങ്ങൾ പാട്ടും ആഘോഷമായിട്ട് ഞങ്ങളുടെ ട്രിപ്പ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ